ചെറുപുഴ ടൗണിലെ ഹോട്ടൽ വിലവർദ്ധനവിനെ തുടർന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KD പ്രവീൺ, ലീന വില്യം, ലളിത ബാബു, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KM ഷാജി, RK പത്മനാഭൻ, KS അനിൽകുമാർ, രാജു ചുണ്ട, മനോജ് വടക്കേൽ, ടിമ്മി എലിപ്പുലിക്കാട്ടിൽ, വ്യാപാരി നേതാക്കളായ J സെബാസ്റ്റ്യൻ, സുലേഖ വിജയൻ, വിപിൻ ഗ്രീൻ പാർക്ക് എന്നിവർ സംസാരിച്ചു. വിലവിവരം ചർച്ച ചെയ്യാൻ സബ് കമ്മിറ്റി രൂപീകരിച്ചു. തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊന്നും കൂട്ടിയിട്ടില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഗ്യാസിന് ക്ഷാമമാണ്. എന്നാൽ പോലും ഗ്യാസിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാമല്ലോ. വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നമുക്ക് എല്ലാ ഭാഗത്തുമുള്ള പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു ചർച്ചയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ചർച്ച ചെയ്ത് നമുക്ക് ആർക്കും ദോഷം വരാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഹോട്ടലുകളിൽ അമിതമായ വിലക്കയറ്റം എന്ന രീതിയിൽ നിരവധിയായ പരാതികൾ പഞ്ചായത്തിന് മുമ്പ് ലഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപാരി വ്യവസായ സംഘടനകളൊക്കെ ഇടുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ഏതായാലും മൊത്തത്തിൽ ആ മേഖലയിലുള്ളവരായിട്ടുള്ള അവരുടെ വിഷയങ്ങളോട് കേട്ടിട്ട് ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു മീറ്റിംഗ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു സംസ്ഥാന തലത്തിലുള്ള ഒരു വർധനമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പം ചെറുപുഴ പഞ്ചായത്ത് കഴിഞ്ഞ് ഈ പെരിങ്ങോം പഞ്ചായത്ത് പാടിച്ചാലോട്ടൊക്കെ എത്തുമ്പം ചെറുപുഴയുള്ള വിലയും പാടിച്ചാലുള്ള വിലയായിട്ടൊക്കെ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. പരാതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ചെറുപുഴ പഞ്ചായത്തിൻ്റെ പരിധി കഴിഞ്ഞ് പാടിച്ചാൽ ഹോട്ടലുകളിൽ ഇപ്പോഴും പഴയ നിരക്ക് തന്നെയാണ്. ചായക്കും കടിക്കെല്ലാം പഴയ നിരക്ക് തന്നെയാണ് നിലവിലുള്ളത്. അവർ സവിസ്തരം പ്രതിപാദിച്ചു. ഒരുപാട് വസ്തുക്കൾ ഇതിൽ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. എങ്കിൽ പോലും എനിക്ക് വളരെ വിനയത്തിൽ പറയാനുള്ളത്, ഈ വില വർധനവിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി ചെറുപുഴ എന്നും മാറാറുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം എല്ലാ കാലത്തും ചെറുപുഴയിലാണ് വില വർധന ഉണ്ടാവല്. ഇപ്പോൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച് പറഞ്ഞത് തൊട്ടടുത്ത് പാടിച്ചാലിൽ 10 രൂപക്ക് ചായയും കടിയും കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാണ്ടായ സാഹചര്യം പിന്നെ ഇവിടെ സൂചിപ്പിച്ചു. എല്ലാ സാധനങ്ങൾക്കും വിലവർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിലവിലെ ഈ വിലവർദ്ധനവ് കുറച്ച് കൂടുതലാണ്. അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന രീതിയിൽ എല്ലാവരും കൂടി യോജിച്ച് ഇന്നലെ വൈസ് പ്രസിഡന്റ് ഈ മീറ്റിങ്ങിന്റെയും പരാതിയുടെയും കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ വ്യാപാരി വ്യവസായ സമിതിയിലെ ഹോട്ടൽ നടത്തുന്ന ഹോട്ടൽ ഉടമകളെ നമ്മുടെ മീറ്റിംഗ് 10:30ക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിനൊരു മണിക്കൂർ മുന്നേ നിങ്ങൾ നമ്മുടെ ഓഫീസിലെത്തി നിങ്ങൾക്ക് പറയാനുള്ള കാര്യം സംഘടന ഭാരവാഹികളെ അറിയിക്കണം എന്നറിയിച്ചിരുന്നു. അതിന് കാരണം ഈ ഇപ്പോഴുണ്ടായ വർധനവിൽ സംഘടനയ്ക്ക് യാതൊരു അറിവുമില്ല. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇരു സംഘടനയ്ക്കും ഇത് ചെറുപുഴയിലെ ഹോട്ടൽ വ്യാപാരികൾ ചേർന്നെടുത്ത ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഹോട്ടൽ വ്യാപാരികളുമായിട്ട് സംസാരിക്കാനും രാവിലെ ഇടയായി. അപ്പോൾ പറഞ്ഞു, ഇവിടെ ടൗണിൽ പൊതുവേ ഉള്ളൊരു ചർച്ച ഗ്യാസിന് വില വർദ്ധിച്ചത് കൊണ്ടാണ് ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചത് എന്നാണ്. അതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ യുദ്ധ സമയത്ത് വർദ്ധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്? 2020 പിന്നെ തൊഴിലാളികളുടെ കൂലിയിൽ 5 കൊല്ലത്തിന് ശേഷം 6 കൊല്ലത്തിന് ശേഷം വില മാറ്റമുണ്ട്. തൊഴിലാളികളുടെ കൂലി 2000 കൂലിയല്ല ഇപ്പോൾ 2026 കൊടുക്കേണ്ടത്. അത് നമുക്ക് പറയാം. ഇപ്പോൾ ചായയുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ 2020 പഞ്ചസാരയുടെയും ചായപ്പൊടിയുടെയും പാലിൻ്റെയും വില പരിശോധിച്ചാൽ മാറ്റമില്ല. അല്ല, 41 രൂപ ഇപ്പോൾ പഞ്ചസാരക്ക് കിട്ടും. 2020 വില നിങ്ങൾ എടുത്ത് നോക്കിക്കോ. 45-നല്ല 41 കൊടുക്കും. അടക്കട്ടെ, പോട്ടെ, ഞാനത് സമ്മതിച്ചു. ഞാൻ സമ്മതിക്കാം. അതെ, സാധനത്തിൻ്റെ വില പറയണ്ട.
വിലക്കയറ്റം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി മാറ്റമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിലക്കയറ്റം അങ്ങനെ വലിയ മാറ്റമില്ല. ഓയിലിന് വില വലിയ മാറ്റമുണ്ട്, വെളിച്ചെണ്ണക്ക് വലിയ മാറ്റമുണ്ട്, അത് അംഗീകരിക്കേണ്ടതാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ തൊഴിലാളികളുടെ കൂലിയിൽ വലിയ മാറ്റമുണ്ട്. അതുകൊണ്ട് ആനുപാതികമായ വില വർധനവ് അനിവാര്യമാണ്. പക്ഷെ ഒറ്റയടിക്ക് നമ്മൾ 24 രൂപ കൊടുത്ത് ഒരാൾ ഒരു ചായയും കടിയും കുടിക്കുന്നത് 28 രൂപയിലേക്ക് എത്തുക എന്ന് പറയുന്നതിനോടാണ് വിയോജിപ്പ്. ഒരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി പോലെയല്ല ഇന്നത്തെ കച്ചവടത്തിന് വളരെ കാശ് ഭൂമമായിട്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും നടക്കും. ചെറുകിടയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് വന്ന് സാധനം മേടിക്കാനുള്ള സാഹചര്യമില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. എവിടെയെങ്കിലും ഒരു കടയുടെ മുമ്പിൽ നിർത്തി 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഒരു സാധനം മേടിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കില്ല. അപ്പോൾ പോലീസ് വന്നിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരും. അപ്പൊ പാടിച്ചാലും ഇല്ല. ഇപ്പൊ പറഞ്ഞ പോലെ പിന്നെ നമ്മളെ ആലക്കോട് ഇതിലും വലിയ തിരക്കുണ്ടായിരുന്നു സ്ഥലം അവിടെയും. പക്ഷെ ഇവിടെ എവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാലും അന്നേരം പോലീസ് വന്ന് ഫോട്ടോ എടുത്ത് നമ്മുടെ ഇതിലേക്ക് ചാർജ് വരികയാണ്. 5 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചെറുപുഴയിലുള്ള കച്ചവടക്കാരുടെ പൊറോട്ട മുതലുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തൂക്കി ചെറുപുഴയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. എനിക്ക് അന്ന് 10 രൂപയാണോ 8 രൂപയാണോ 8 രൂപയിൽ നിന്ന് 10 രൂപ ആക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വില കുറയ്ക്കുകയും സാധനങ്ങളുടെ ക്വാളിറ്റി കൂട്ടുകയും ചെയ്തിരുന്നു. ഇന്ന് 14 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അത് 15 രൂപ മേടിച്ചാലും മേടിക്കുന്ന സാധനത്തിന് അനുസരിച്ചുള്ള പൈസ മേടിക്കുന്നതനുസരിച്ച് ക്വാളിറ്റി കൊടുക്കാൻ തയ്യാറാണ്. ചെറുപുഴത്തെ പല ഹോട്ടലുകളും ഞാൻ 29 വർഷത്തോളം ചെറുപുഴ മേഖലയിൽ ഓട്ടോറിക്ഷയായിട്ടിരുന്നു. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളിയല്ല, ഞാൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിലും അതിന് കണക്കായ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഇന്നത്തെ എണ്ണക്കടികളായാലും പൊറോട്ടയായാലും നിയമപ്രകാരം 10 രൂപ മേടിക്കുന്നതിന് ഇത്ര ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര ഗ്രാം വേണമെന്നുണ്ട്. ഓരോ വ്യാപാരികളും ചിന്തിച്ചു നോക്കുക, 10 രൂപ മേടിക്കുന്ന പൊറോട്ട നമ്മൾ കൊടുക്കുന്നത് എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ വില കൂട്ടാനുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വില ഇന്നത്തെ സാഹചര്യം ഇവരൊക്കെ പറഞ്ഞതുമാതിരി തന്നെ വ്യവസായങ്ങളിൽ വിവര പട്ടിക പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകാൻ വേണ്ടി സഹകരിക്കണം. പല ഹോട്ടലുകളും പല റേറ്റുകൾ വരുന്ന സാഹചര്യത്തിലാണ് നമുക്കതൊരു പൊതുസമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടായി വരുന്നതും വിലവർദ്ധനവിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത്. അപ്പോ മാന്യമായിട്ടുള്ള ആർക്കും നഷ്ടം വരാത്ത രീതിയിൽ ഉള്ള വിലവർദ്ധന പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുസരിച്ച് അങ്ങനെയാണ് കീഴ്വഴക്കം. അത് ഇവിടെ പാലിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി എന്നുള്ളതാണ് അതിന്റെ വസ്തുത. എല്ലാ കാര്യങ്ങളും ഹോട്ടൽ ചാർജ് വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഇവിടെ നിർദ്ദേശങ്ങളും വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം വളരെ ക്രിയാത്മകമായിട്ട് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഹോട്ടൽ വ്യാപാരം എന്നല്ല പറയേണ്ടത്, ഹോട്ടൽ വ്യവസായം തന്നെയാണ്. അത് ചെറുതാണെങ്കിലും അതിനെ ഒരു വ്യവസായമായിട്ടാണ് സർക്കാർ പോലും കാണുന്നത്, പൊതുസമൂഹം കാണുന്നതും അങ്ങനെ തന്നെയാണ്, വ്യാപാരി സംഘടനകളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതിന് പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ ഹോട്ടൽ വ്യവസായം ആരോടാണ് മത്സരിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മറ്റ് വ്യാപാര സമൂഹം ഈ ഹോട്ടലുമായിട്ടാണ് മത്സരിക്കുന്നത് എന്നാണ് നമ്മൾ സാധാരണ പറയുക. പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയെല്ലാം ഇപ്പൊ ചായയും കടിയും ഉണ്ടാകും. ഏത് റോഡ് സൈഡിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ അവിടെ ചായയും കടിയും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു പ്രമുഖ വ്യാപാര സ്ഥാപനത്തിലേക്ക് കയറി ചെന്നോ, നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു ജ്വല്ലറി കയറി ചെന്നോ, അവിടെയും കിട്ടും, ചായയും കടിയും കിട്ടും. നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഹോട്ടലുകൾക്ക് പ്രത്യേകിച്ച് സംഘടനകളൊന്നുമില്ല. കുറച്ചുപേർ വ്യാപാരി വ്യവസായ സമിതി, കുറച്ചുപേർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലാണ് മെമ്പർമാരായിട്ടുള്ളത്. അപ്പോൾ ആ സംഘടന തന്നെയാണ് നമ്മൾ നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അവരോട് വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവര് നമ്മുടെ പ്രതിനിധി നിലയിൽ അവരായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയാം. 2020 നമ്മൾ ലാസ്റ്റ് ചെറുപുഴയിലെ ഹോട്ടലുകാരെല്ലാവരും കൂടി, ഇല്ലെങ്കിൽ ചെറുപുഴ പരിസരത്തിലെ പ്രദേശങ്ങളിലെ ഹോട്ടലുകാരെല്ലാം ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിരുന്നത്. അന്ന് 2020 നമ്മൾ വില വർദ്ധിപ്പിച്ച സമയത്ത് ചായക്കും കടികൾക്കെല്ലാം 12 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു.
അതിപ്പം 2026 6 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ചെറിയൊരു വർധനവിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാത് വീടുകളിലേക്ക് ഓരോ ദിവസവും സാധനം വാങ്ങുന്ന ആൾക്ക് അറിയാം പിന്നെ മാർക്കറ്റിലെ വില, പൊതു മാർക്കറ്റിൽ വന്നിരിക്കുന്ന വില വ്യത്യാസം കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിൽ പോലും ഞാൻ ചെറിയൊരു നമ്മുടെ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ ചെറിയൊരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി 2020-ലും 2026-ലും തമ്മിലുള്ള വില വ്യത്യാസം ഞാൻ നിങ്ങളുടെ മുമ്പിലാകെ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. 2020-ൽ നമ്മൾ വില വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഒരു പൊറോട്ട എന്ന സാധനം ഉണ്ടാക്കണം, അതിന് റോ മെറ്റീരിയൽസ് ആയിട്ട് കാര്യമായിട്ട് വേണ്ടിയിരുന്നത് ഒന്ന് മൈദ, അതുപോലെ തന്നെ പാം ഓയിൽ, ഡാൽഡ, പിന്നെ പാചക ഗ്യാസ്, തൊഴിലാളികളുടെ സേവനം, അതുപോലെ തന്നെ മറ്റിൻ്റെ ചെറിയ ചില്ലറ സാധനങ്ങളൊക്കെ കൂടിയിട്ടാണ് നല്ല പൊറോട്ട കൊടുക്കാൻ വേണ്ടി നമ്മൾ പല ആൾക്കാരും പഞ്ചസാര ചേർക്കാറുണ്ട്, മുട്ട ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന ഉപ്പ് കാര്യങ്ങൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അന്നും ഇന്നും പൊതുമാർക്കറ്റിൽ വന്നിരിക്കുന്ന ഈ സാധനങ്ങളുടെ വില വ്യത്യാസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 2020-ൽ നമ്മൾ വില വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഒരു ചാക്ക് മൈദക്ക് 50 കിലോ മൈദക്ക് 980 രൂപയായിരുന്നു വില. ആർക്കും പൊതുമാർക്കറ്റ് അന്വേഷിക്കാം, അന്നത്തെ വിലയും ഇന്നത്തെ വിലയും ഞാൻ പറയുന്ന വ്യത്യാസം ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പാം ഓയിൽ 1 ലിറ്റർ ആയിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത്, അതിന് 78 രൂപയായിരുന്നു 1 ലിറ്റർ പാം ഓയിലുണ്ടായിരുന്ന വില. ഡാൽഡ 1 ലിറ്ററിന് അന്ന് 80 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്, 1 കിലോ ആയിരുന്നു കിലോ. അരിക്ക് 34 രൂപയായിരുന്നു 1 കിലോ. ഇന്ന് ചോറുണ്ടാക്കുന്ന അരികൾക്ക് 34 രൂപ റേഞ്ചിലുള്ള വിലയായിരുന്നു ഉണ്ടായിരുന്നത്. നേരിയ അരിക്ക് അന്ന് 80 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ചായപ്പൊടിക്ക് AVT 1 കിലോ 175 രൂപയാണ് ഉണ്ടായിരുന്നത് അന്ന്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ 1 ലിറ്ററിന് 170 രൂപയായിരുന്നു. ഗ്യാസിന് അന്ന് 900 രൂപയായിരുന്നു വില. അതുപോലെ പാലിന് 22 രൂപയായിരുന്നു വില. പിന്നെ ലേബറിന് അന്നത്തെ സാലറി ഇന്നത്തെ സാലറി തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടായാൽ മാത്രമേ, അതായത് പൊറോട്ട എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ മൈദ വേണം, അതായത് പാം ഓയിൽ, ഡാൽഡ അതിൻ്റെ റോ മെറ്റീരിയലാണ്. അന്ന് ആ വിലയും ഇന്നിപ്പോൾ 2026 ആകുമ്പോഴേക്ക് അതിന് വന്നിരിക്കുന്ന വില, മൈദക്ക് അന്ന് വില 980 രൂപയിൽ നിന്ന് 50 രൂപയ്ക്ക്, ഇന്നത്തെ വില 2120 രൂപയാണ്. അതുപോലെ പാം ഓയിലിന് അന്ന് 1 ലിറ്റർ പാം ഓയിലിന് 78 രൂപ ഉണ്ടായിരുന്നത്, ഇന്ന് 800 മില്ലി വരുന്നത്, ഒരു പാക്കറ്റ് വരുന്നത് 800 മില്ലിയാണ്. ആ 800 മില്ലി പാം ഓയിലിന് ഇന്നത്തെ വില 133, അന്നത്തെ വില 78 രൂപയായിരുന്നു. ഡാൽഡ 1 കിലോയ്ക്ക് അന്ന് 80 രൂപയായിരുന്നു വില ഉണ്ടായിരുന്നത്, ഇന്നത്തെ വില 144 രൂപയാണ്. ഈ 3 സാധനങ്ങളുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം, പൊറോട്ട എന്ന് പറയുന്ന സാധനത്തിൻ്റെ മെയിനായിട്ട്. അന്ന് നമ്മൾ 12 രൂപ ഉണ്ടാക്കിയിരിക്കുന്ന സാധനത്തിന് നമ്മൾ അന്ന് കൊടുത്തിരിക്കുന്ന വിലയും സാധനങ്ങൾ വാങ്ങാൻ കൊടുത്തിരിക്കുന്ന വിലയും ഇന്നത്തെ വിലയും തമ്മിൽ വ്യത്യാസം, ഗജാന്തരം വ്യത്യാസമുണ്ട്. നമുക്ക് അന്ന് കിട്ടിയിരിക്കുന്ന മാർജിനോ കാര്യങ്ങളോ ഇല്ലാതെന്ന് പറയുന്നത് നമുക്ക് മുതലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം 2 രൂപ വർദ്ധിപ്പിച്ചത് ഈ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു പിന്നെ അനുപാതം വെച്ച് നോക്കുകയാണ്, ഈ വിലവർദ്ധനവിൻ്റെ അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഇരട്ടിയോളം വില വർദ്ധിപ്പിക്കേണ്ടതാണ്. എങ്കിൽ പോലും നമ്മൾ ജനങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ തുച്ഛമായിട്ടുള്ള വിലവർദ്ധന മാത്രമേ എത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഗ്യാസിന് അന്നുണ്ടായിരുന്ന 900 രൂപയാണ്, ഇന്ന് 1950 രൂപയാണ്. ഒരു കുറ്റി ഗ്യാസിന്, അതായത് കൊമേഴ്സ്യൽ ഗ്യാസ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റേ ഡൊമസ്റ്റിക് ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന വ്യത്യാസം, ഒരു സിലിണ്ടറിന് 19 കിലോ സിലിണ്ടറിന് വന്നിരിക്കുന്ന വ്യത്യാസം, ഒരു സിലിണ്ടറിന് കൊണ്ട് 1000 രൂപേൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സംഗതി ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ കണക്കില്ല, വൈസ് പ്രസിഡന്റ് പറഞ്ഞ കണക്ക് തന്നെ, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ കണക്ക് തന്നെ പാഴ്ചെല്ലത്തെ വിലയും ഇവിടുത്തെ വിലയും തമ്മിൽ പറഞ്ഞു നമുക്കൊരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ പാഴ്ചെല്ലത്തെ അനാദി കടയിൽ സാധനങ്ങൾ കിട്ടുന്ന വിലക്ക് നമുക്ക് ചെറുവിളക്ക് സാധനം കിട്ടുന്നില്ല, അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാഴ്ചെല്ല് കൊടുക്കുന്ന വാടകയും കാര്യങ്ങളല്ല ചെറുവിളക്ക് കൊടുക്കുന്നത്. മൂന്നാമത്തെ അതിനെക്കാട്ടും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാഴ്ചെല്ല് ഒരു ഹോട്ടലിന് 2 തട്ടുകട എന്നതിൻ്റെ അനുപാതത്തിലാണ് അവിടെ ഹോട്ടലുകൾ കൊടുക്കുന്നത്. അവിടെ കോമ്പറ്റീഷൻ ഭയങ്കര കോമ്പറ്റീഷനാണ്. അവിടെ ഹോട്ടൽ നടത്തുന്ന ആൾക്കാർക്ക് ആരും തന്നെ ഒരു 2 മാസം 3 മാസം ഇല്ലെങ്കിൽ ഇപ്പം പഴയ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഹോട്ടൽ നടത്തുന്നവരിങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നുണ്ട് എന്നല്ലാണ്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ആരും തന്നെ 2 മാസം 3 മാസം കൂടുതൽ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടുപോകുന്നില്ല. അതിൻ്റെ കാര്യം വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, അന്വേഷിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ വില ഏകീകരണത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ചെറുപുഴത്തെ ആൾക്കാർ ഇപ്പം ചെറുപുഴ, ചിറ്റായിക്കാർ, അതുപോലെ ആലക്കോട് മേഖലകളിലെല്ലാം വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം എവിടെയൊക്കെ വില വർദ്ധിപ്പിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിൽ നമ്മളിപ്പം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചെറുപുഴയിലെ പ്രബുദ്ധരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും നമ്മളോട് സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇതിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന വില, തുച്ഛമായിട്ടുള്ള വില വർധനവ് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള എല്ലാം അതിൻ്റെ ബന്ധപ്പെട്ടവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് നേരിടുന്ന ഒരു വെല്ലുവിളി കൂടി ഉണ്ടല്ലോ. കാരണം ഹോട്ടലിൽ അതിനെ ആശ്രയിച്ച് 3 നേരത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുന്ന ഒരുപാട് സാധാരണക്കാർ നമ്മുടെ ടൗണിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഓട്ടോ തൊഴിലാളികളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ട്, ഈ ടൗണിൽ നിത്യേന വന്നു പോകുന്ന 100 കണക്കിന് സാധാരണ ജനങ്ങളുണ്ട്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ പരിഗണിക്കണ്ടേ ആ കൂടെ തന്നെ.
പ്രത്യേകിച്ച് നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെറുപുഴ ടൗൺ എന്ന് പറയുന്നത്, ഏത് വില വർധന വന്നാലും ആദ്യം ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുന്ന നടപ്പിലാക്കുന്ന ഒരു ചെറുപുഴ ടൗണാണ്. ഇവിടെ നിലവിലെ നമ്മുടെ ഇവിടുത്തെ വ്യാപാര സമൂഹം അല്ലെങ്കിൽ കച്ചവടത്തിന് വരുന്ന ആളുകൾ പുറത്തെ ടൗണിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആധാരം എഴുതുന്ന ആള് അവർ പെരിങ്ങോട്ടേക്ക് താമസം മാറി. അപ്പൊ പെരിങ്ങോട്ടേക്ക് അവർ സ്ഥാപനം മാറ്റി. അതിന്റെ കാരണം പറഞ്ഞത്, ഇവിടെ ഒരു ചെറിയ റൂമിന് 5500 രൂപയാണ് വാടക ഉണ്ടായിരുന്നത്, അത് 3-ാം നിലയുടെ മേലെ. അതേ പെരിങ്ങോട്ട് ടൗണിലേക്ക് മാറിയ സമയത്ത് വലിയ റൂം 15x15 റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ അദ്ദേഹത്തിന് 5000 രൂപ കിട്ടി. അപ്പൊ നമ്മുടെ വ്യാപാരികൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തിന്റെ പ്രധാന കാരണം വില വർധനവ് ചില ഘട്ടങ്ങളിൽ അനിവാര്യമായിട്ട് വരും. ആ അനിവാര്യമായിട്ട് വരുന്ന സമയത്ത് അത് നിർവഹിക്കേണ്ടത് വരും. അതിന് രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹം എല്ലാം തെറ്റു പറയാനിടയില്ല. പക്ഷെ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടും സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞു വരുമ്പോഴാണ് അക്കാര്യം പലപ്പോഴും ചെയ്യാനിടയാവേണ്ടത്. ഞാനിത് വൈസ് പ്രസിഡന്റ് തന്നെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യുദ്ധാനന്തരമായ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂട്ടിയതാണോ, എത്രയാണ് കൂട്ടിയത്, ഇതൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ചായ കുടിക്കുന്നവരാന്ന് പറഞ്ഞാൽ അത് കുടിച്ചാൽ അതിൻ്റെ ഓരോത്തിൻ്റെ വിലയൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, അന്നേരം പോവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇന്നലെ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു ഹോട്ടലിൽ ഇതിനായിട്ട് ഇപ്പോൾ പറഞ്ഞു 60 രൂപ 70 രൂപയായിട്ട് മാറ്റി ഊണിനും. പക്ഷെ ഇന്നലെ തന്നെ 2-3 ആള് എന്നോട് പറഞ്ഞൊരു പരാതി, 70 രൂപ ഉണ്ടായിരുന്ന ഊണിന് 90 രൂപയാക്കി മാറ്റിയെന്നാണ്. ഞാൻ കട ഏതാണ് എന്നൊന്നും ചോദിച്ചില്ല. കാരണം എന്താ ചോദിച്ചാൽ ഏത് കടയാണ് എങ്ങനെ എല്ലാം ചോദിച്ച് പരിഹരിക്കാൻ, അങ്ങനെ നമുക്ക് ഓരോ കടയുടെയും കാര്യം മധ്യസ്ഥം പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതിനൊരു പൊതു നിലപാട് വേണം. ആ പൊതു നിലപാട് അനിവാര്യമാണ്. ആ പൊതു നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ചെയ്യുവാൻ പറ്റുള്ളൂ. വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നത്. ഈ വിലവർദ്ധന ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഞങ്ങളെപ്പോലുള്ള ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ ചുമട്ടുകാർ എന്നിവരാണ്. ഇതിനൊരു പരിഹാരം എന്തായാലും കണ്ടേ പറ്റൂ. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ 200-250 രൂപ മേലെ ഒരു ദിവസം ഈ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഈ ചെറുപുഴ ടൗണിൽ ചെലവഴിക്കുന്നുണ്ട്. അത് ഇനി വില കൂടുതൽ വരുമ്പോൾ അതിൽ കൂടുതൽ വരും. അതുകൊണ്ട് എന്തായാലും ഹോട്ടൽ മേഖലയിലുള്ളവർ അതിനൊരു പരിഹാരം, ഈ പറഞ്ഞ പോലെ വർധനവ് വേണ്ട എന്ന് പറയുന്നില്ലെങ്കിലും അതിനൊരു ചെറിയൊരു കുറവെങ്കിലും വരുത്തി ഈ തൊഴിലാളി സമൂഹത്തോടും ഈ ചെറുപുഴയിലുള്ള നാട്ടുകാരോടും ഒന്ന് സഹകരിക്കണമെന്നാണ് ഒരു തൊഴിലാളി എന്നും രീതിയിലും മെമ്പർ എന്ന രീതിയിലും എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യത്തിലും നമ്മൾ വില വർധനവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ ചെറുപുഴ ടൗൺ പൊതുസമൂഹത്തിന് മുന്നിൽ മറ്റ് ടൗണുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് വില ഈടാക്കുന്ന ഒരു ടൗൺ ആണെന്നുള്ള രീതിയിൽ പ്രചരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൗണിനെയാണ് വളരെയധികം ബാധിക്കുന്നത്. അത് വ്യാപാരി സമൂഹമാണത് ചിന്തിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഈ ഇവിടെ വരേണ്ട ഉപഭോക്താക്കൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള കർഷകരാണ്. ആ കർഷകരുടെ ഇന്നത്തെ ഒരു അവസ്ഥ നിങ്ങളിപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഹോട്ടലിലേക്കുള്ള ഉൽപ്പന്നം വരേണ്ട വാഴപ്പഴം അടക്കമുള്ളതിൻ്റെ വില പരമാവധി താഴ്ന്നുള്ള കർഷകർ അനുഭവിക്കുന്ന വിഷമം. അപ്പോൾ അതുപോലുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് നമ്മുടെ ടൗണിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി പൊതുവിഷയമായിട്ട് ഇത് മാറ്റാതെ ഇത്ര വിഷയം ഉണ്ടാവുകയില്ല. ഇതിപ്പോൾ ചെറുപുഴ പഞ്ചായത്ത് മാത്രം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ചെറുപുഴ ടൗണിനെ മാത്രം കേന്ദ്രീകരിച്ച് ഇങ്ങനെ വില വർദ്ധിച്ചപ്പോഴാണ് നാട്ടിലൊരു ചർച്ച ചെയ്യുന്നതും എല്ലാ കാലത്തും എപ്പോഴും വില വർദ്ധിക്കുന്നത് ചെറുപുഴ ടൗൺ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പഞ്ചായത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുന്നതിന് മുമ്പ് ഈ ഹോട്ടൽ ഉടമകളും അല്ലെങ്കിൽ വ്യാപാരി സമൂഹവും പഞ്ചായത്തിനോട് സംസാരിച്ച് നേരത്തെ തന്നെ വില വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു യോഗം വിളിച്ച് വ്യാപാരികളുടെ പരാതികൾ കേൾക്കാനും അത് ചർച്ച ചെയ്യാനും ഒരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ. ഷാജി പറഞ്ഞിടത്തേക്കാണ് ഞാൻ വരുന്നത്. നമ്മുടെ ടൗണിനെ വിലവർദ്ധനവിന്റെ ടൗണായി ചിത്രീകരിക്കപ്പെടുന്നു. ഈ സമീപ പ്രദേശത്ത് ഒരു സ്ഥലത്തുമില്ലാത്ത വിലവർദ്ധനം ഹോട്ടൽ മേഖല മാത്രമൊന്നുമല്ല, മിക്കവാറും സാധനങ്ങൾക്ക് മറ്റ് ടൗണുകളെ അപേക്ഷിച്ച് ചെറുപുഴ ടൗണിൽ വിലവർദ്ധനമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന കണ്ണോടുകൂടി കാണാൻ വ്യാപാര നേതൃത്വം സാധിക്കണം. അവർ ഈ മീറ്റിങ്ങിൽ വന്നിട്ട് അക്ഷരം മിണ്ടാതിരിക്കുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ്? അപ്പൊ ഈ വിലവർദ്ധനവിന് ആ വ്യാപാര സമൂഹത്തിന് മൊത്തത്തിൽ ഉത്തരവാദിത്വമില്ലേ? ആ വിലവർദ്ധനവ് വ്യാപാര സമൂഹത്തിലുള്ളവർക്കും പൊതുജനങ്ങൾക്കും അടിച്ചേൽപ്പിക്കുന്നതിൽ
വ്യാപാര സമൂഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്. അവരുടെ അഭിപ്രായത്തിന് അതുകൊണ്ട് നല്ല വിലയുണ്ട്. അവരായിരുന്നു ഇതിനെക്കുറിച്ച് ആദ്യം അഭിപ്രായം പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഹോട്ടൽ പ്രതിനിധികളെ പ്രത്യേകിച്ച് അവർ മാത്രമൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ചെറുപുഴ ടൗണിലെ മിക്കവാറും ഹോട്ടൽ ഉടമകൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വാക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, വില വർധനവ് എപ്പോഴും തുടങ്ങുന്നത് ഇവിടെയാണ്. ഞാൻ ഈ ടൗണിലും ആലക്കോട് ടൗണിലും ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഈ വില വർധനവ് അവിടെയില്ല. നമ്മൾ ആ തൊട്ടടുത്ത് പാടിച്ചാൽ മാത്രം നോക്കണ്ട. ചെറുപുഴ പോലെ തന്നെ വികസിച്ചുകൊണ്ടിരിക്കുന്ന, ചെറുപുഴയോടൊപ്പം തന്നെ വലിപ്പമുള്ള ഒരു ടൗണാണ് ആലക്കോട്. ഇതേ സാഹചര്യം തന്നെ അവിടെയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ചെറുപുഴ മാത്രം പെട്ടെന്ന് വർദ്ധിക്കുന്നു? ഇപ്പൊ നേരത്തെ ഷാജി ഉന്നയിച്ച വിഷയം, ഇപ്പം ഈ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം എന്താ? ഈ പറഞ്ഞ യുദ്ധമൊന്നുമല്ല, നമുക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ഇലക്ഷൻ വന്ന മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് പൊതുമേഖല അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രതികരിക്കില്ല എന്നൊരു ഉദ്ദേശത്തിലാണോ ഈ സമയത്ത് വില വർദ്ധിച്ചത്? കാരണം നമുക്കറിയാം ഈ സമയത്ത് സാധനങ്ങൾക്ക് പൊതുവെ വില കുറവാണ്. ഉള്ളിക്കായിക്കോട്ടെ മറ്റു സാധനങ്ങൾക്കായിക്കോട്ടെ, എന്തിന് 1 കിലോ ഏത്തപ്പഴത്തിന് എത്ര വില നമുക്കറിയാം. 2-3 മാസം മുമ്പുള്ള വിലയല്ല. വില നന്നായി വർദ്ധിപ്പിച്ചിരുന്ന സമയത്ത് വില വർദ്ധിപ്പിക്കാതിരുന്ന വ്യാപാരികൾ, ഹോട്ടൽ വ്യാപാരികൾ വില താരതമ്യേന കുറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് ഇവിടെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഒറ്റയടിക്ക് വില വർധനവ് ഇവിടെ ചർച്ചയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒറ്റയടിക്കുള്ള ഒരു വില വർധനവ് ഈ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ള ഈ ചർച്ചയുടെ ഒരു പൊതുധാരണ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആനുപാതികമായിട്ടൊരു വില വർധനവ് അംഗീകരിക്കണം. അതാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു പൊതു തീരുമാനം. അത് എങ്ങനെ വേണം, ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന, പഞ്ചായത്ത് ഭരണസമിതി എല്ലാം ആഗ്രഹിക്കുന്ന, ഈ നാട്ടിൽ ഒരുപാട് വ്യവസായികളും വ്യവസായ സംരംഭങ്ങളും എല്ലാം കടന്നു വരണം എന്ന് ആഗ്രഹമാണ്. കാരണം പറയാൻ ഒരു അധികാരിയായിട്ട് പറയാൻ കാരണം ഞാനൊരു വ്യവസായ സ്ഥാപനം നടത്തുന്ന ആളാണ്. ഇവിടെ സെബാസ്റ്റ്യൻ ചേട്ടനും സുലേഖയൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു വ്യാപാര മേഖല പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ ഉള്ള കഷ്ടപ്പാട്, ഒരു പക്ഷേ ഒരു 90% ആൾക്കാരും ചെറുപുഴ മേഖലയിൽ നല്ല വ്യാപാരികളെല്ലാം വളരെ മുമ്പോട്ട് പിടിച്ചു നിൽക്കുന്നത്, വാടക കൊടുക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യം സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ വളരണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെയും കൂടെ വികാരം മനസ്സിലാക്കിയിട്ട്, എങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ ഈ ഈ ഹോട്ടലുമായിട്ട് ബന്ധപ്പെടുന്ന അവരുടെ വികാരം കൂടെ മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളി ചേർന്നൊരു നയം മാത്രമേ നമുക്ക് പഞ്ചായത്ത്. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം